ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിന്ന് വരികയാണ് സാർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സാർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത് അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ്, പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ചേ? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരുത്തര് ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിൽ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ ഇന്നൊരു കഥാപ്രസംഗം. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ, അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. എടാ, ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി, ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. ഫസ്റ്റിലേ നീ വരണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടതായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 ഉറുപ്പിക അടിച്ചു പോകില്ലായിരുന്നു, ഇല്ലേ? പിന്നെ ഈ വേലായുധൻ തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നേക്കും ഒരു ഐഡിയ ഒക്കെ വേണം. മനസ്സിലായോ? അപ്പൊയ്ക്കോ പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കേറി കേൾക്ക. ചേച്ചി തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. നോ 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 തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ, വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല. അഭ്യസ്ത വിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ BSc. ആ, താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരിയടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രയ്ക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നു. ബൈ ബർത്ത് എനിക്ക് അതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്ററാ, അത് വരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടുകയാണ്. ഒന്ന് പിടിക്കും. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. പോയിക്കോട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള 4 സ്വർണ്ണ കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ? പിന്നെ കൊണ്ടിരുന്ന കണ്ടു കാണും. കണ്ടു കാണുന്ന അങ്ങനത്തെ ഞാൻ പറയരുത്. കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്.
അറിയോ? നീ എങ്ങനെയാണാ പറയുന്നത്? നീ വരുത്തണല്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു ആരാ? ടിപ്പു ഞാനും വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം, ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ അവിടുന്ന്. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ടിപ്പു തന്നിട്ട് അമ്മയുടെ ആംഗ്ലയോ? ഒന്ന് നീ വേണം എന്റെ അച്ഛനെ പറ്റി പറഞ്ഞോ. ടിപ്പുവിനെ പറ്റി പറയണ്ട. ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാ അവിടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ. കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിലുണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്താണോ ഇത്? എന്താന്ന് നോക്കി. ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കരയുവാണ്. അത് മനസ്സിലായി. ആ എന്താ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതിൽ നിധി ഉണ്ടെന്ന്? അതെ. ആ അതിന് ഒറ്റക്ക് എന്താ എടുക്കല? ഒറ്റയ്ക്കല്ല, ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിന് ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്. അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. നിധി யாரும் கிட்ட வரக்கூடாது. ஒரே அடி நெஞ்சில மஞ்சள் தோரணம் അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് വരും. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനിയാണ് പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ. കണ്ടോ അഹങ്കാരം? തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാടുണ്ടോ? അത് ഞാൻ പോലീസ് ഐജിയോടും സൂപ്പറിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളാട്ടോ ഞാൻ. ഇടിക്കല്ലേന്ന്. നിനക്കെന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നടക്കാൻ നിങ്ങൾ ഇരട്ട പറ്റുന്ന ഒരേ ഡ്രസ്സായി ഞാൻ ചോദിച്ചത്. ഞാൻ കാണിച്ചു തരണ. ഇന്റെ 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് 1.25 ലക്ഷം ഉറുപ്പ്യ वंडी वाला अरे उधर देखो, मोटरसाइकिल लेके जा रहा है, चलो।
ആ മോട്ടറിൽ പോകണം വണ്ടിയിൽ പിടിക്കണം എല്ലാത്തിനും ബുദ്ധിമുട്ടി ചോദിച്ചാൽ എനിക്ക് കയറാൻ സ്ഥലമില്ലാതെ സാറില്ല ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നു 3-4 ആള് മതി വിടുമാല അതെ ആ ഇരുമ്പിന്റെ തൊപ്പിട്ട് പതിനെ ഇടിച്ചു കൊണ്ടാളാം ശരി ഈ കാർഡ് अरे क्या बैठ गाड़ी किधर चला रहा है मत मेरे को ड्रॉप नहीं उल्लू का पाटा चला ना बोल पूरा ने झाड़ चुली चले വണ്ടി തിരിക്കണേ മോനെ അങ്ങോട്ടല്ലേ മോനെ വണ്ടി തീർന്നത് ആയില്ല മോനെ അയ്യോ കാണുന്നില്ലല്ലോ അപ്പൊ സാറിന്റെ ബൈക്ക് അത് വന്ന് പിന്നെ ഞാൻ എടുത്തോളൂ സാറേ ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം ഇതൊക്കെ മാനേജർ രവീന്ദ്രനാഥ് അവിടെ ആരാ എന്താ എന്താന്നോ കാണിച്ചറിയാൻ എന്താന്നുള്ളത് അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാന്ന് വിചാരിച്ചേ ഏത് കാശ് ഏത് കാശോ അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ മര്യാദക്ക് സംസാരിക്കണം എന്താ കാക്ക എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ കേൾക്കണോ ഈ അറാൻ മറന്നവന്റെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചു ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എന്താണ് അവിടെ നടക്കുന്നത് ഒരാൾ വന്ന് ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇതെന്റെ ഒപ്പല്ല പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന് നീ കായ് മേടിച്ചിട്ട് കാറ് മേടിച്ചോ കാപ്പിക്കൂടി മേടിച്ചോ പുണ്ണാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട എടാ പൈസ കട മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക് അതെ പൈസ തരാൻ അറിയുന്നുണ്ട് വാങ്ങാനും എനിക്കറിയാം അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകും നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാറാണ് എനിക്ക് പൈസ കിട്ടണം കൊറേ നമുക്ക് എന്റെ പൈസ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എം ഡി എടുത്ത് പറയൂ ഏത് തട്ടി എംഡി അല്ല എം ഡി മാനേജിംഗ് ഡയറക്ടർ അതായത് മുതലാളി എവിടെ അതാ അവിടെ ഉണ്ട് ഇനിയൊന്നും നോക്കാനില്ല അകത്ത് കയറ്റെടുത്ത് അടിച്ച് പണി കഴിച്ചോളാം അസല് തണ്ടക്ക് വരുന്ന എന്റെ കാശ് മേടിച്ചാടാ പന്നി ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇന്ന് രണ്ടിലൊന്നും അറിയിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങി വാടാ മാറുന്ന മോനെ അവിടെ കൊല്ലാൻ പറഞ്ഞു എം ഡി എന്താ 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 ഇവിടെ ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം ഞാൻ പോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണറിന് അടപ്പില്ല മുറ്റത്തെ കിണറിന് അടപ്പില്ല അത്ര തന്നെ ഒന്ന് പോവുക നാളെ രാവിലെ വീട്ടിൽ വരണം നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം അതിന് നീ ഇട വരണ്ട അത് പടച്ചോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം പിന്നെ നേരത്തെ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും അല്ലാ അല്ലല്ലാ അല്ലാ അല്ല ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോവാ ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം സമയമാകുമ്പോ വിളിക്കും ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ് സ്ഥലം കാലേക്ക് അല്ല നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന് ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും ആ ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കണ്ടില്ലേ ഇതെന്താ മരുഭൂമിയാ ലൈലാമജി കളിക്കാൻ വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഇപ്പം വെയിറ്റ് ചെയ്യൂ അത് ഇറക്കല്ല ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല പറ്റണോല് പറ്റണത് നടത്തിക്കോലി പൊട്ടിപ്പോയി ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ ഇനി തയ്യ ഒരൊറ്റ ഉറപ്പുള്ളൂ എന്റെ അടുത്ത് മാണെ വിശ്വസിച്ചാ മതി എത്ര കൊല്ലായി ആന്റിയുടെ ബ്ലൗസാ മമ്മി തന്നയച്ചതാ ഉള്ളായിട്ടുണ്ടോ നോക്കിയേ എടാ എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുക്കുന്നത് അമ്മ എനിക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒന്ന് പോണം എങ്ങും പോകണ്ട ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണമൊക്കെ മതി അമ്മ എന്തായി പറയുന്നേ കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു അമ്മേ
എന്ത് പറ്റി ജേതുപിള്ളേ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടറിയേറ്റ് MLA മന്ത്രി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണുള്ളൂ നിങ്ങള് കൊറേ കാലായില്ലേ ഈ ലൈലാമജിന് കളി. നേരാണോടാ? എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നെ ഒരു MLA ആക്കി, ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ വിളങ്ങക്കുമാരി ഒന്നും ഉണ്ടായിപ്പോയെന്നാണ് ഞാൻ നോക്കണേ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൊട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അല്ല കാക്കട്ടെ. എടാ മോനെ, നീ എങ്ങും പോകല്ലേ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല. റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് 4 വാക്ക് സംസാരിക്കണം എല്ലാവരോടും, എസ്പെഷ്യലി. യെസ്. ഈ തകഴി കൃഷ്ണപിള്ള ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനിച്ചിട്ടാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞെടുക്കാൻ? ഞാനാ എന്തേ? തന്നോടാര് പറയുന്നത് മുറി കയറാൻ? കൊറേ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഊരെ ഞാൻ എന്റെ അടുത്തോട്ടെ. വേണ്ട. അത് പോട്ടെ, ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാ. മോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വരണം. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? വല്ലഭായി, തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ. കിമോണക്കാരൻ. മാമക്ക് എന്താ വിസ്കി ബ്രാൻഡ്? അങ്ങനെ ഒന്നുമില്ല, എന്തായാലും വേണില്ല. നിറച്ചു വയ്ക്കി. എടോ, എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരെന്റെ വാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്രൻ. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് 2 പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോടെ പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ. ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ? ഗോവാക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തടോ. ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയനോറ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നോ? ഡോബർമാനെ, മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ പിടിച്ച് കഴിച്ചോളൂ. ഇനി ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ഓ ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കി ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തടോ. ഒന്ന് പോരാ. നിനക്ക് കൊള്ളാൻ പറ്റും അവന്റെ ഇടി? വല്ലവായി കൊള്ളാൻ പറ്റും അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാലുണ്ടല്ലോ. ശരിക്കും പിടിക്കേ. ഭഗവാനെ, ഗുരുവായൂരപ്പാ. കുഞ്ഞിക്കണ്ണ, പുതിയതായിട്ട് ആരാ മേലെ താമസിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞല്ലോ. അല്ല, ഇവിടെ ഇരുമ്പുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ. എന്തേ? അല്ല, ഒക്കെ വളരെ ഭദ്രമായിട്ട് അളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത്. തന്നെയല്ല, കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന അനുസരിക്കാനല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. വക്കീലിന്റെ കൂടെ താമസിക്കാൻ വന്നോനെ
ചില്ലറക്കാരനല്ല, ജയിലിൽ നിന്ന് ലീവ് എടുത്ത് വന്നവനാ, കൊലപ്പുള്ളി. എന്റെ അമ്മേ, എന്നാ മുത്തശ്ശി, കൊലപ്പുള്ളി എന്ന് പറഞ്ഞാൽ കയ്യിൽ തോക്കുണ്ടാവോ? കൈ തോക്കും കാണും, കടാരും കാണും, പക്ഷെ ഒന്നും പുറത്തെടുക്കൂല്ലോ. ഇപ്പൊ ഇറങ്ങണ എല്ലാവരും ഇപ്പൊ ഇറങ്ങണെന്ന് ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്ക. വിളിക്കണത് എന്റെ വക്കീലിനെ. പപ്പനാഭൻ ദുബായി കിടന്നുണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടി വീടാ ഇത്. കണ്ട കൊലപ്പുള്ളികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല. അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ? ആ കൊലപാതകയെ ചവിട്ടി പുറത്താക്കടോ. ഒന്ന് പതുക്കെ പറ. എനിക്കൊരുത്തിരി പേടിയില്ലടോ, ഇറങ്ങി വരാൻ പറ. എന്നാ മുത്തച്ഛൻ എന്ന് പറ. ആഹാ, എടോ വക്കീലേ, വക്കീലേ, ഇറങ്ങി വാടക വിട്. അണ്ട കള്ളനെയും കൊലപാതകനെയും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആ വക്കീല് കുളിക്കുക. ഇവിടെ എന്താ ഒരു ബഹളം? ബഹളോ? ആ എന്ത് ബഹളം? മുത്തശ്ശി വെള്ളം വെച്ചതിനെ പറ്റിയാ? ഞാനാ? ആ കുഞ്ഞിക്കണ്ണൻ പറയായിരുന്നേ, മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണുന്നു. മുത്തശ്ശി താൻ പറഞ്ഞൂടോ. അപ്പൊ ഞാൻ പറഞ്ഞേ, മനുഷ്യരിൽ നല്ലതും ചീത്തയില്ലാന്ന്. മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കണട്ടാ, മറക്കല്ലേ. തള്ളേ, കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കുഞ്ഞിക്കണ്ണ, വിശ്വാസം തന്നെ ചെയ്യരുതേ. അയാൾ നമ്മളെ കൊല്ലുമോ മുത്തശ്ശി? അറം പറ്റുന്ന വർത്താനം പറയാണ്ട് കേറി പൊടി അകത്ത് പൊടി. കുഞ്ഞിക്കണ്ണ പൊട്ടിച്ചോ? ഇല്ലല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാൻ പറ. അതിപ്പം സമയാവുമ്പോ മൂപ്പര് വന്ന് കിടന്നോളൂലേ? ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരാച്ച നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അയലോക്കത്ത് 5-6 ആളെയും കൂടി വിളിച്ചു. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടുത്ത ബന്ധുവാ. സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സദാനന്ദൻ? PS നെന്മാറ, ചെറിയ വക്കീല്. അവൻ എന്നെ ഭയങ്കര പേടിയാ. എന്നോട് ചോദിക്കാതെ ഈ പടി അടക്കൂല. ഇപ്പൊ എവിടേക്കാ പടികടന്ന് പോയത്? ഇപ്പൊ പടികടന്ന് പോയത് സ്ഥലം ഞാൻ ചോദിച്ചില്ല. ആ കൊലപ്പുള്ളിയായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും. കേസ് വാദിക്കേ, ജയിക്കേ, തോക്കേ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു കൊലപ്പുള്ളിയിൽ എങ്ങനെ കൂടെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ? അയാൾ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ. എന്താ അവാർഡ്? ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ. അപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ? പുള്ളിയുള്ള കൊല പഴുപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ പുള്ളി കൊല മറ്റേ എത്ര ദിവസം കിടക്കാൻ പറ്റും? എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്? എന്ത്? സിംഹത്തിന്റെ കൂട്ടിൽ ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്. കടിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഏത് നിമിഷത്തിലും കടിക്കും ചെയ്യാ, കൊല്ലും ചെയ്യാ. മരിക്കാതെ മരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഞാൻ. ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക്. കുഞ്ഞിക്കണ്ണൻ പോവുക. നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ. ഞാൻ കൊലപ്പുള്ളിന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു. അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു. ഏറ്റില്ല. ഉച്ചക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയും കൂടി ഒരു നോട്ടം. സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി. എന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം. ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുതെന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ. നീ പോയ എനിക്ക് ധൈര്യത്തിന് ആരുമില്ലല്ലോ കുഞ്ഞിക്കണ്ണ. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല. എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത്. ഓ, നീ വന്നു അല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത്. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വലിയ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാം കുഞ്ഞിക്കണ്ണാന്ന്. അതൊരു വലിയ കാര്യം തന്നെ കുഞ്ഞിക്കണ്ണ. ആ ഒന്നും മിണ്ടാതെയും പറയാതെ എങ്ങോട്ടാ പോയത്? കുറ്റിപ്പുറത്ത് നാണുമ്മാന്റെ ചാത്തം. പോകുന്ന വഴിക്ക് തോണി മറിഞ്ഞു, വരുന്ന വഴിക്ക് ബസ് അപകടം. ബാക്കിയുള്ളവന്റെ തലവിധി അല്ലാണ്ട് എന്ത് പറയാൻ? വാ.
വക്കീലേ വക്കീലേ വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അയ്യോ കാണാനില്ലാന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങേരെ എവിടെ പോവാൻ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. കുഞ്ഞിക്കണ്ണൻ എവിടെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം, ഇങ്ങോട്ട് വരുമ്പോ തോണി പറഞ്ഞ്. നാണുമാമന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്. അല്ല, വക്കീൽ ഇത് എവിടെയായിരുന്നു? ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ. കുഞ്ഞിക്കണ്ണ, കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്. വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ചെല് ചെല് ചെല്. ബാലകൃഷ്ണനല്ലേ? നിർത്ത് വണ്ടി നിർത്ത് നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ വരൂ, പറ്റുമോ? അല്ല, അവന് ഇവിടുന്ന് മുങ്ങിയോ? എന്റെ പൈസ തന്നിട്ടോ? ഇതുവരെ ഇവിടെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടി വരും. എന്റെ പൈസ തന്നേടോ. ബാലകൃഷ്ണ, എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ തന്നോട് പറയുന്നു. എന്റെ പൈസ ബാലകൃഷ്ണ, ആഹാ ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ സോറി, ആളെ മാറിപ്പോയതാണ്. ക്ഷമിക്കണം. ഈ വണ്ടിയിലെ വന്നു. പയ്യോ തവിടുന്നേ. എന്റെ കാശിങ്ങി തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതോ? ഇതും താൻ വന്ന വണ്ടിയാ. അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതെന്താ ചോദിക്കുന്നത്? എന്താ ഓട്ടോ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനെ ഒന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നുണ പറയരുത്. അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്, അടുക്കരുത്. പല്ലാടുക്കല്ലത്തിന്റെ ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണ. കൊല്ലുള്ളൂ, നിന്റെ അടുക്കരുത്. ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കയറിയിട്ടില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല വരെ കണ്ടുപോയി. ഞാൻ തന്നെ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകും. അമ്മോ, വിടാ. എന്തൊരു ശല്യമാണ് ഇത്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായല്ലോ ഭഗവാന്. ഇങ്ങോട്ട് ഇറങ്ങി വാ, ചാനെ. ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും.
എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോരെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീകൻ എന്നെ കണ്ട് മാറിക്കളഞ്ഞ പൈസ. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണൻ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടുമില്ലാണ്ട് 35,000 റുപ്യ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വീണത്. ഹംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. ആരാടത്? ആരാടത്? എന്റെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെയ്താൽ. ആരോട് ചോദിച്ചിട്ടാ നീ ഈ പറമ്പിൽ കയറിയത്? നിങ്ങൾ തന്നെയല്ലോ ഗോവിന്ദൻകുട്ടിന്റെ അല്ലേ? ഗോവിന്ദൻകുട്ടി ആരാ? ശാരദമ്മയുടെ ആങ്ങളാണെങ്കിലും പറമ്പ് ഇപ്പം ഗോവിന്ദൻകുട്ടിന്റെ പേരിലല്ലേ? എന്ന് വെച്ച് നിനക്ക് കയറേണ്ട കാര്യം എന്താടാ? എന്ന് അത് ഞാൻ ഇവിടെ ഒരു കുറുന്തോട്ടി ഇറക്കാൻ കയറിയതാ. കുറുന്തോട്ടിയാ? എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കണോടത്താ നീ കുറുന്തോട്ടി പഠിക്കാൻ വന്നത്? ഉണ്ടാവില്ലല്ലേ? പോടെ കള്ള. തള്ളേ തള്ളയാ? തള്ള നിന്റെ ഉമ്മ. എന്റെ അമ്മളിയമ്മ മാറ്റാൻ ഞാൻ സഹിക്കും, ചീത്ത പറയാൻ ഞാൻ കേൾക്കും. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക്. എന്റെ ഉമ്മാണ് സത്യം. ഇതാ ഇപ്പൊ തന്നെ ഞാൻ അമ്മണിയമ്മനെ പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിളി. നീ എന്തിനാണ് എന്നെ വിചാരിക്കണേ? എങ്ങനെ വിചാരിക്കാണ്ടിരിക്കും? പണ്ട് അമ്മണിയമ്മ ആരായിരുന്നു? ഇന്റെ ചെറുപ്പത്തില് ഈ കരക്കാർ ആൺകുട്ടികളെ മനസ്സിൽ ഒരു കാന്താരിമോള് കുറച്ച് കുത്തി എരുവല്ലേ നിങ്ങളെ കാണുമ്പോ? പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ? സത്യം, എന്റെ ഉമ്മയാണ് സത്യം. തുറന്നു പറയാലോ, അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ലേശം എരിവ്. നിങ്ങളാ കണ്ണും ആ മൂക്കും എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു കൊന്തർബല്ലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ? കൊള്ളാമോ? നല്ല ചേലുണ്ടോ? കാക്ക തേങ്ങ പോലും എടുത്ത പോലെ ഉണ്ട്. അത് നിങ്ങളെ നമുക്ക് കിട്ടുമെന്ന് താങ്ങിയതാണല്ലേ? അല്ല, നമ്മളെ സന്യാസി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ഒരാളെ കാണാണ്ട്. നീ ഈ പറമ്പിൽ എന്ത് കള്ളത്തരൊപ്പിക്കാനാ വന്നതെന്ന് പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലാന്ന് ഗോവിന്ദൻകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഓ, നോക്കാൻ മാത്രം ഇവിടെ ഉണ്ടായി കിടക്കല്ലേ? പൂക്കുഞ്ഞെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. ആ സ്ഥലം വേണ്ടിട്ടല്ല, ഇപ്പൊ ഉള്ളത് തന്നെ ഉള്ളത് നോക്കാൻ ആളില്ല. ശാരദാമണി ഇടയ്ക്ക് കാണാമല്ലോ. എന്നാ പിന്നെ വൈദ്യുതി ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അതെ അതെ, പറയണം. എങ്ങനെയാ പറയാണ്ടിരിക്കാ? ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്റെ രാമ. ശാരദാമണിയെ കാണുമ്പോ എന്റെ പാദത്തുനിന്നൊരു വിറ അങ്ങോട്ട് കേറും. അല്ല, അതിനെ പറ്റി വരുന്നൊന്നുമില്ല നിങ്ങളതിൽ. എന്താ ഈ പൂക്കുഞ്ഞ് പറയണേ? അതിനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സേവിക്കായിരുന്നു. എന്നാ എന്റെ ഉണ്ട് മരുന്ന്. ഓ ആ, എന്നാ ഒന്ന് പറഞ്ഞൊരു പൂക്കുഞ്ഞെ. നല്ല നാടൻ ചാരായത്തില് കടുപ്പത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒരു പിടിയാണ്ട് പിടിക്കുക. പിന്നെ ഉണ്ടാവില്ല പറ. നേരെ ഉണ്ണിയാർച്ചയുടെ വീട്ടിലേക്കാണ്ട് കയറി ചെല്ല. കാര്യം മുഴുവൻ തുറന്നു പറയാം. 2-1 അപ്പറിയാം. 2-1 പറഞ്ഞാ ചിലപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാലോ? പിന്നെങ്ങനെ നടന്ന് ചെരുപ്പ് തേണ്ടല്ലോ. പറ്റില്ല പൂക്കുഞ്ഞെ, പറ്റില്ല. ശാരദാമണി പറ്റില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ സഹിക്കും? സഹിക്കണം. സ്വന്തം ഭാര്യ കറവക്കാരന്റെ കൂടെ പോയ സഹിച്ചില്ലേ, പിന്നെയാണോ ഇത്? അതെത്ര നന്നായി. അസത്ത് ചേരേണ്ടത് ചേർന്നു ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുപോലെയാണോ ശാരദാമണി? ഇനി ഒരു കല്യാണം ഉണ്ടാവുമെങ്കിൽ അത് ശാരദാമണിയേ ഉള്ളൂ. അപ്പോ വൈദ്യുത കല്യാണം നടന്ന ഒരല്ല ചോറ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കടുത്ത വാക്ക് പറയലേ എന്റെ കൃഷ്ണ. വൈദ്യരെ, ഇക്കാര്യം നമ്മൾ നടത്തും. നടത്തി തന്നാൽ എന്ത് തരും നമുക്ക്? നേരാണോ പൂക്കുഞ്ഞെ? എന്നെ വെറുതെ ആശിപ്പിക്കരുത്. പൂക്കുഞ്ഞാണ് പറയണേ. മരോട്ടിക്കലെ രാമകൃഷ്ണന്റെ
മച്ചു പശുവിനെ കറവയും കുട്ടിയടക്കം വിറ്റുകൊടുത്തോനാ പോക്കുഞ്ഞ്. ഓ മച്ചി പശുവിനെ കുട്ടിയടക്കം വിറ്റുന്നോ? അതിനൊക്കെ സൂത്രങ്ങളുണ്ട് എന്റെ വൈദ്യരെ. വൈദ്യർക്ക് ശാരദാമണിയെ വേണോ വേണ്ടേ? വേണം. ഇന്ന് ഒരു 100 റുപ്യ കൊടുത്തരി, അഡ്വാൻസാ. കൈനീട്ടാ. ഇന്നൊക്കെ 31-ാം ദിവസം ശാരദാമണി വൈദ്യരുടെ കാൽ കീഴിൽ. ഇതാ ശാരദാമ്മയുടെ അനിയത്തി കെട്ടുമല്ലേ? കണ്ടോ സത്യം, ശാരദാമണിനെ വരുത്തുന്നത് പറഞ്ഞു തീർന്നില്ല. അനിയത്തി വന്നുകൊണ്ടോ പൂക്കുഞ്ഞ് വെറുമ്പാക്ക് പറയൂല വൈദ്യരെ.